തന്നെത്താനെയൊക്കെ ഇങ്ങനെ അങ്ങോട്ട്. അതുകൊണ്ട് ഈ ഖബറിന്റെ മുകളിലുള്ള ഈ ചെടികളും ഇതും പുല്ല് ഇതൊന്നും പറിച്ചു കളയരുതെന്ന് പറയുന്നതാണ്, തസ്ബീഹ് ചൊല്ലാൻ വേണ്ടിയിട്ട്. വലിയ കാടുകളൊക്കെ കയറുകയാണെങ്കിൽ ജനങ്ങൾക്കൊരു വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഓർത്ത് നമ്മളിത് കട്ട് ചെയ്ത് വിടണം. പക്ഷെ എങ്കിലും അത് പരിപൂർണമായിട്ട് ഒഴിവാക്കരുതെന്നൊക്കെ അഭിപ്രായങ്ങളുണ്ട്. എന്തിനാണ്? തസ്ബീഹ് ചൊല്ലിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മളിപ്പോൾ എന്താ ഇപ്പം ചെയ്യുക? നമ്മളിപ്പോൾ എന്ത് ചെയ്യും? കൂടിപ്പോയ എന്തെങ്കിലുമൊക്കെ 10,000 റുപ്യ വാപ്പാക്ക് വേണ്ടി. ഈ വിനീത എത്രയോ സ്ഥലത്ത് ദുആ ഇറക്കാൻ പോയിട്ടുണ്ട് ഈ പ്രഭാഷണങ്ങളിലൂടെ. ഈ പ്രഭാഷണങ്ങൾ മരിച്ചുപോയ ഉപ്പാക്ക് വേണ്ടി 101 രൂപ, ഉമ്മാക്ക് വേണ്ടി 51 രൂപ, ഭർത്താവിന് വേണ്ടി 75 രൂപ, ഭാര്യയ്ക്ക് വേണ്ടി 35 രൂപ. നമ്മളെ ഉപ്പാക്കും ഉമ്മാക്കും ഭാര്യയ്ക്കും ഭർത്താവിനും കൊടുക്കുന്ന വിലയാണ് ഖബറിനകത്ത്. 101 രൂപ, 51 രൂപ, 15 രൂപ. ഈ അടുത്ത സമയത്ത് ഞാൻ അടുത്ത് പ്രസംഗിക്കാൻ പോയിട്ട് 10 രൂപ വായിക്കുന്നു. ആ ലിസ്റ്റ് മുഴുവനും വായിച്ചപ്പോൾ ഞാൻ കണക്ക് കൂട്ടിയിട്ട് നോക്കിയപ്പോൾ ഏകദേശം ഒരു 750 റുപ്യ ഒരേ ലിസ്റ്റ്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ 2,000 റുപ്യ, നിങ്ങൾ എന്തിനാ ഈ 10 രൂപയുടെ 20 രൂപയുടെ 35 രൂപയുടെ കണക്ക് വായിക്കുന്നത്? നാണമില്ല മനുഷ്യന്മാർക്ക്, നാണമില്ല മനുഷ്യന്മാർക്ക്. മരിച്ചുപോയവർ കൊണ്ട് കൊടുക്കുകയാണ് 10 റുപ്യ, 25 റുപ്യ, 30 റുപ്യ. മരിച്ചുപോയവർ കൊണ്ട് കൊടുക്കുകയാണ് ഉപ്പാക്ക് വേണ്ടി. ഉപ്പ കഷ്ടപ്പെട്ട് 50 ലക്ഷം റുപ്യ കൊടുത്തിട്ട് ഇവന് വലിയ കോളേജിൽ ഭയങ്കര ഉന്നതമായ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് അഡ്മിഷൻ വാങ്ങിക്കൊടുത്തു. 50 ലക്ഷം റുപ്യ. എന്നിട്ട് ഇവന് വാപ്പാക്ക് കൊടുക്കണ എത്ര റുപ്യ? 30 റുപ്യ. വേറെ സാധാ വാപ്പാ കൊടുക്കുന്ന സാധാ 30 റുപ്യ. 50 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് പാപ്പാക്ക് വേണ്ടിട്ട്, പാപ്പ മകന് വേണ്ടിട്ട് അഡ്മിഷൻ വാങ്ങിക്കൊടുക്കുന്നത്. ദ്വാരൊക്കെ ഏൽപ്പിക്കുക. 1 ഗ്രാം പാപ്പാക്ക് പറഞ്ഞ 1 ഗ്രാം കണക്ക് കൂട്ടി. ഇന്നത്തെ 22,000 ഇത്ര അല്ല, എന്താ 2,220 എത്ര റുപ്യ? എന്റെ പൊന്നെ, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതൊന്നും പറഞ്ഞാൽ ഇന്നങ്ങടെ നാളെ അങ്ങോട്ട് തീരുവോ? ഖബറിനകത്തുള്ള കാലച്ചുകൾ എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 ദിവസം കൊണ്ട് തീരുവോ? ഓരോരോ സംഭവങ്ങൾ വരുമ്പോൾ അടുത്ത വിഷയത്തിലേക്ക് കയറി പോവില്ലേ? ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയണം, മൻസാറ ഖബറ അബവൈഹി ഫീ കുല്ലി ജുമുഅ. ഓരോ വെള്ളിയാഴ്ച രാവുകളിലോ അതിന്റെ പകലുകളിലോ ആരെങ്കിലും തന്റെ ഉപ്പാന്റെ ഉമ്മാന്റെ ഖബറിനെ സിയാറത്ത് ചെയ്താൽ കുതിബ ലഹു ബർറാ, അവർക്ക് നന്മ രേഖപ്പെടുത്തപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. വ്യാഴാഴ്ച രാവ്, വെള്ളിയാഴ്ച രാവ്. മറ്റൊരു റിവായത്തിൽ കാണാം, ഇന്ന അർവാഹൽ മുഅ്മിനീന യൻസിലു ഫീ സമാഇ ദുനിയാ വതഖിഫു ബിഹിദായി ബുയൂതിഹാ. ഈ പള്ളത്തെ ജമാഅത്തിലെ ഏതൊരു വീട്ടിൽ നിന്നാണോ ഏതൊരു മനുഷ്യൻ മരിച്ചു പോയത്, ആ പെണ്ണാകട്ടെ ആണാകട്ടെ, ആ മയ്യത്തിന് വേണ്ടി നിങ്ങൾ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എങ്കിൽ ഭൗമാന്തരീക്ഷത്തിലേക്ക് ആത്മാവ് ഇറങ്ങി വരുമത്രേ. ഫീ കുല്ലി ലൈലത്തിൻ, ഓരോ രാവുകളിലും ആത്മാവ് ഇറങ്ങി വന്നുകൊണ്ട് വതഖിഫു ബിഹിദായി ബുയൂതിഹാ, ഏതൊരു വീട്ടിൽ നിന്നാണോ ആ സഹോദരൻ മരിച്ചു പോയത്, ആ സഹോദരി മരിച്ചു പോയത്, ആ വീടിന്റെ മുകളിൽ സമുച്ചയത്തിൽ ആത്മാവ് നിൽക്കുമത്രേ. വാപ്പ മരിച്ചുപോയി, ഉമ്മ മരിച്ചുപോയി, വീട്ടിൽ നിന്ന് ഒന്നും ചെയ്യുന്നില്ല വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി. ഇവിടെ TV 2-3 ദിവസം TV ബന്ദ്. കാരണം എന്താ? 3-ാം പാത്തിയ കാനോത്ത് കഴിയുന്നില്ല. എന്താ കണ്ണോക്ക ഇവിടെ പറയുന്ന 3-ാം പാത്തിയ കണ്ണോക്ക്. വീട്ടിൽ കൂസലില്ലാതെ അശ്രദ്ധയോടെ മരിച്ചുപോയവർക്ക് വേണ്ടി ഒരു ദുആ പോലും ചെയ്യാതെ, സദഖ പോലും ചെയ്യാതെ നിന്റെ ഉപ്പാന്റെ ഉമ്മാന്റെ ഖബറിനെ നീ മറന്നുപോയാൽ ആ ആത്മാവ് ശാന്തിക്ക് വേണ്ടി നിന്റെ വീടിന്റെ സമുച്ചയത്തിൽ ഇറങ്ങി വരുമത്രേ. വതഖിഫു ബിഹിദായി ബുയൂതിഹാ, ആ വീടിന്റെ സമുച്ചയത്തിൽ വന്ന് നിന്നുകൊണ്ട് ഖാൽ വിളിച്ചു പറയും. എന്താ വിളിച്ചു പറയാ? യാ അഹ്ലി വയാ ഖാരിബി വയാ ഔലാദി വയാ മൻ സകനു ബുയൂതനാ വയാ മൻ ലബിസു സിയാബനാ ഹൽ മിൻകും മിൻ അഹദിൻ യദ്കുറുനാ വയതഫക്കറുനാ വനഹ്നു ഫീ ഗർബത്തിൻ വനഹ്നു ഫീ ഹസീൻ ഇർഹമൂനാ വലാ തബ്ഖലൂ അലൈനാ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ഉപ്പ വിളിച്ചു പറയുകയാണ്, നമ്മുടെ ഉമ്മ വിളിച്ചു പറയുകയാണ്, ഭർത്താവ് വിളിച്ചു പറയുകയാണ്, ഭാര്യ വിളിച്ചു പറയുകയാണ്, മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി നിങ്ങൾ ഒന്നും ചെയ്യാതിരുന്നാൽ അവരുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി ആത്മാക്കൾ നൊമ്പരത്തോടെ വിളിച്ചു പറയുകയാണ്. വീടിന്റെ സമുച്ചയത്തിൽ നിന്നുകൊണ്ട് പറയുകയാ, യാ അഹ്ലീ
എന്റെ കുടുംബക്കാരെ, എന്റെ കുടുംബക്കാരെ, വയാ ഖാരിബി, എന്റെ സ്വന്തം ജനങ്ങളെ, എന്റെ രക്തബന്ധുക്കളെ, അയൽവക്കക്കാരെ, വയാ മൽബിസു സിയാബനാ, ഞാൻ മരണപ്പെട്ടതിന് ശേഷം എന്റെ മുണ്ടുടുത്തവരെ, എന്റെ ഷർട്ട് ധരിച്ചവരെ, ഞാൻ കിടന്ന കിടക്കയിൽ കിടക്കുന്നവരെ, വയാ മൻ സകനോ ബുയൂതനാ, ദുബായിൽ 20 വർഷം ജോലി ചെയ്ത്, അബുദാബിയിൽ 20 വർഷം ജോലി ചെയ്ത്, വിദേശത്ത് പോയി കഷ്ടപ്പെട്ട് ജോലി ചെയ്ത്, അമ്പരചുംബികളായ കൊട്ടാരം ഞാൻ എന്റെ കഷ്ടപ്പാട് കൊണ്ട്, എന്റെ ഊർജം, എന്റെ ഓജസ്, തേജസ് ചെലവ് ചെയ്ത് ഞാൻ ഉണ്ടാക്കി പടുത്തുയർത്തിയ ഈ വീട്ടിൽ കഴിയുന്ന എന്റെ മക്കളെ, എന്റെ മരുമക്കളെ, എന്റെ മരുമക്കളെ, ആത്മാവ് വിളിച്ചു പറയുകയാണ്, ഉദ്കുറൂനാ, ഞങ്ങളെ ഒന്ന് ഓർക്കണേ, 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 ഇർഹമൂനാ വലാ തബ്ഖലൂ അലൈനാ, ഞങ്ങളോട് കരുണ കാട്ടണമേ, ഞങ്ങളോട് കരുണ കാണിക്കണേ, ഞങ്ങളോട് ഒരു നിലയ്ക്ക് ലുബ്ധ കാട്ടരുതേ, ലുബ്ധ കാട്ടരുതേ. വാപ്പാക്ക് വേണ്ടി 100 രൂപ കൊടുക്കുന്നവനെ, ഉമ്മാക്ക് വേണ്ടി 50 രൂപ കൊടുക്കുന്നവനെ, ആ ഉപ്പയാണോ നിങ്ങളോട് വിളിച്ചു പറയുന്നത്? അബൂബക്കർ അല്ല വിളിച്ചു പറയുന്നത്. അബൂബക്കർ നിങ്ങളോട് 1 ഗ്രാം ചോദിക്കുമ്പോ ഇഷ്ടമുണ്ടെങ്കിൽ കൊടുത്താൽ മതി. അബൂബക്കറിന് വീട്ടിൽ കൊണ്ടുപോകാനൊന്നുമല്ല. ഈ നാട്ടിലുള്ള പാവപ്പെട്ടവർ ഒരു സന്തോഷത്തോടെ മംഗല്യം കഴിച്ച് ജീവിക്കട്ടെ, നിന്റെ ഉപ്പാന്റെ കബറിൽ ആ മംഗല്യത്തിന്റെ ബർക്കത്ത് എത്തിക്കോളും എന്ന് പറഞ്ഞിട്ടാണ് പിരിക്കുന്നത്. അതല്ലാതെ അബൂബക്കറിന് കൊണ്ടുപോകാനല്ല. ആ വാപ്പ നിന്നോട് പറയുകയാണ്, 10 രൂപ കൊടുത്തിട്ടാണോടാ നീ എന്നെ സഹായിക്കുന്നതെന്ന് ചോദിക്കുമ്പോ എന്ത് മറുപടിയാണ് നീ ആ ഉപ്പയോട് പറയുന്നത്? അതാണ് ആ ഉപ്പ വിളിച്ചു പറയുന്നത്, ഇർഹമൂനാ, ഞങ്ങളോട് കരുണ കാണിക്കണേ മക്കളെ, ഞങ്ങളോട് കരുണ കാണിക്കണേ, വലാ തബ്ഖലു അലൈനാ, ഞങ്ങളോട് പിശുക്ക് കാട്ടരുതേ, ലുബ്ധ കാട്ടരുതേ, ലുബ്ധ കാട്ടരുതേ. എനിക്ക് അല്ലാഹു തന്ന സമ്പത്ത് നിനക്ക് വേണ്ടി ഞാൻ എഴുതി വെച്ചിട്ടാണ് മരിച്ചു പോയത്. നിന്റെ ഉപ്പാക്ക് വേണ്ടി നീ കുറച്ച് സദഖ ചെയ്തോ, കുറച്ച് സദഖ ചെയ്തോ. അള്ളാന്റെ റസൂല് പറയുകയാണ്, ഓരോ ആത്മാവും ആകാശ ലോകത്ത് നിന്ന് ഇറങ്ങി വന്ന് തന്റെ വീടിന്റെ സമുച്ചയത്തിൽ ഒരു നിഴല് പോലെ നിന്നിട്ട് വിളിച്ചു പറയുമെന്ന് പറയുമ്പോ ആ ആത്മാവിനെ സന്തോഷിപ്പിക്കണേ, സന്തോഷിപ്പിക്കണേ. ചെറുതല്ല, തുച്ഛമായതല്ല, ഭീമമായത് കൊടുത്ത് സന്തോഷിപ്പിക്കണേ. അതുകൊണ്ട് ആത്മാക്കളെ സന്തോഷിപ്പിക്കാൻ സദഖയാണ്. ഖബറിനകത്തുള്ള ശിക്ഷകളെ അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി സദഖകളിലൂടെ മാത്രമേ നിങ്ങൾക്ക് സഹായമാവുകയുള്ളൂ എന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ആ മരണപ്പെട്ട് പീഡനം അനുഭവിക്കുന്ന ഖബറിന്റെ അരികത്ത് നിന്നിട്ട് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ 2 മടല് കുത്തിവെച്ചിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിക്കുകയാണ്, നബിയേ, അവരെന്തിന്റെ പേരിലാണ് ശിക്ഷിക്കപ്പെടുന്നത് നബിയേ? ഉടനെ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഒരാൾ ഖബറിനകത്ത് ശിക്ഷിക്കപ്പെടുന്ന ഒരാൾ ഫകാന ലാ യസ്തതിറു മിനൽ ബൗൽ. നല്ലപോലെ ശ്രദ്ധിച്ചോ, നല്ലപോലെ ശ്രദ്ധിച്ചോ. ഞാനിപ്പോ ഈ പൈസയുടെ കാര്യം പറഞ്ഞപ്പോ ചില ആളുകൾ ധരിച്ചാ മൊയ്ലിയാരിന് പിരിവ് തുടങ്ങാൻ പോയിരിക്കും, അതുകൊണ്ട് ചെല്ലൊക്കെ എഴുന്നേറ്റ് മെല്ലെ പൊടിയും തുടിച്ചിട്ട് എഴുന്നേറ്റ് പോണ. പിരിവിന് വേണ്ടിയിട്ട് ഈ അബൂബക്കർ പ്രസംഗിക്കൂല. പിരിവ് തരാൻ വേണ്ടിയിട്ട് അബൂബക്കറിന്റെ പ്രസംഗം പ്രതീക്ഷിക്കുകയും വേണ്ട. ഹദീസുകൾ വരുമ്പോ ആ വിഷയങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യും, എന്റെ വാപ്പാക്കോട്ടെ ഞാൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യും. ഞാനിപ്പോ ആരെയും നിർബന്ധിക്കൊന്നൊന്നുമില്ല. ഞാനിപ്പോ ഇവിടെ പിരിവ് നടത്താൻ വേണ്ടി വന്നോനുമല്ല. എന്നെ പിരിവിനോട്ട് ആരും വിളിക്കുകയും വേണ്ട, എനിക്ക് ആ പണിയുമില്ല. ഞാൻ 15 വർഷമായിട്ട് പ്രസംഗം തുടങ്ങിയിട്ട് തുടക്കത്തിലൊക്കെ എൻ്റെ പണി അതായിരുന്നു, പിരിവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ലപോലെ കോമഡിയും പാട്ടും പിരിവും ഒക്കെ ഇഷ്ടം പോലെ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം പിരിവല്ല, ഇപ്പം കുറച്ച് ആയത്തുകൾ ഹദീസുകൾ ഞാൻ പഠിക്കുക, പഠിപ്പിക്കുക, അത് ഉൾക്കൊള്ളുക, ജീവിതത്തിന്റെ ഭാഗമാക്കുക. പിന്നെ ആ സദസ്സിൽ വെച്ച് നമ്മളാൽ കഴിയുന്ന നല്ല ഹക്കായ അർഹമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ സംഘാടകർ ഇതിന്റെ പരിപാടികൾക്ക് വേണ്ടിയിട്ട് പിരിവ് ചോദിക്കുന്നതെങ്കിൽ അത് അർഹമാണ് എന്ന് നല്ല നിലയിൽ പഠിച്ചിട്ട് മാത്രമേ ഞാൻ ചോദിക്കുള്ളൂ. അത് ഇഷ്ടമുള്ളവൻ തരട്ടെ, ഞാൻ ആരുടെയും കുത്തിന് പിടിച്ചിട്ട് പൈസ എന്ന് പറയുന്ന സ്വഭാവം എനിക്കില്ല. താല്പര്യം ഉണ്ടെങ്കിൽ തന്നാലും ഈ പിന്നെ ദ്വാരക്കും അത് വിഷയം വേറെ, അത് കിട്ടുകയും ചെയ്യും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിനൊരു കുറവല്ല. ഇന്നലെ ചോദിച്ചു, ഏകദേശം ഒരു 3-4 പവനോളം അൽഹംദുലില്ലാഹ് കിട്ടി. ഇന്ന് 5-10 പവനൊക്കെ കിട്ടും, ഞാൻ പ്രതീക്ഷിക്കുന്നു കിട്ടും. എനിക്ക് അതിനകത്തൊന്നും യാതൊരു ഞാൻ പൈസക്ക് വേണ്ടിയിട്ടല്ല ഈ പ്രസംഗിക്കുന്നത്, നമ്മൾ മനസ്സിലാക്കണം. പൈസ പിരിക്കാൻ എൻ്റെ പെണ്ണുങ്ങൾ സഹോദരിമാർ ഊരി പറിച്ചു തരുന്ന ഹദീസും ആയത്തും പറഞ്ഞ് എനിക്ക് പ്രസംഗിക്കാൻ അറിയാം.
ഇന്നലെ ഒരു ചങ്ങാതി പറഞ്ഞു, ഉസ്താദ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ കടന്നൊക്കെ ഊരി തരുമെന്ന്. നല്ല സാധനങ്ങളാണ് ഊരി തരുന്നത്. എന്നൊക്കെ എത്ര വലിയ ആയത്തും ഹദീസും ഓതി ഊരാനുള്ളത് മൊത്തം ഊരിപ്പിക്കാനുള്ള പണി എൻ്റെ അടുത്തുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ആ ഒരു പണിക്ക് എനിക്ക് ഇപ്പം താല്പര്യമില്ല. ഞാൻ അങ്ങനെ ചെയ്തിരുന്നു. ഇപ്പം അതിൻ്റെ പണിയൊന്നും എനിക്കില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ട്. എൻ്റെ വാപ്പ ഞാനിപ്പോൾ ഓതുന്ന എല്ലാ ഹദീസുകളാണല്ലോ. ഉസ്താദന്മാരിക്കല്ലേ, ഞാൻ ഇല്ലാത്തൊന്നും പറയില്ല. എൻ്റെ വിഷയത്തിലേക്കാണ് ഞാൻ നിൽക്കുന്നത്. അല്ല പിരിവിനുള്ള പ്രസംഗമല്ല ഇത്. ഖബറിൻ്റെ കാലൊച്ചകൾ, ഖബറിനകത്തുള്ള സംഭവങ്ങൾ എന്താണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ഹദീസുകൾ. അപ്പൊ നമ്മുടെ വാപ്പയോടോ ഉമ്മയോടോ ഭർത്താവിനോടോ ഭാര്യയോടോ സുഹൃത്തുക്കളോടോ സഹോദരങ്ങളോടോ നമുക്ക് സ്നേഹം ഉണ്ടെങ്കിൽ അവരുടെ ആ നിലവിളിയാണ്, രോദനമാണ്. ഞങ്ങൾ ഇവിടെ ഒറ്റപ്പെട്ട ജീവിതത്തിൽ കഴിയുകയാണ്, ഞങ്ങൾക്ക് വേണ്ടി വല്ലതും ചെയ്യണേ എന്ന് ഹദീസുകളിലൂടെ നബി തങ്ങൾ പറയുമ്പോ നിങ്ങളെ പോലുള്ളവർ മനസ്സിലാക്കുന്നത് പണ്ഡിതന്മാരുടെ നാവിലൂടെയാണ്. അതല്ലാതെ എങ്ങനെ മനസ്സിലാക്കാനാണിത്? അല്ലെ, എങ്ങനെ അറിയും? അതിനാണ് ഈ വഅദ്, ഈ ഉപദേശങ്ങളിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നത്. അതിനാണ്, അല്ല മറ്റൊരു പിരിവിനോ കാര്യങ്ങൾക്കോ അല്ല. അപ്പൊ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഖബറിനകത്തുള്ള രണ്ട് കൂട്ടരുടെ ശിക്ഷകളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കപ്പെട്ടപ്പോ ഹബീബായ തങ്ങൾ പറയുകയാണ്, ഒന്നാമത്തെ ഖബറാളികളുടെ അവസ്ഥ ഫകാന ലാ യസ്തതിറു മിനൽ ബൗൽ, മൂത്രം ഒഴിച്ചിട്ട് ശ്രദ്ധിക്കൂല. മൂത്രം ഒഴിക്കുമ്പോ മറയില്ലാതെ മൂത്രം ഒഴിക്കാം. നമ്മുടെ ചങ്ങാതിമാരൊക്കെ നിന്ന് അടിക്കല്ല, സിബൂര തട്ട്, ഒരൊറ്റ തട്ട്, പമ്പ് ഹൗസ് തോറ്റുപോകും. എന്നിട്ട് എല്ലാം കൂടെ തല്ലിക്കുടഞ്ഞ് അതിനകത്തോട്ട് കയറ്റിയിട്ട് സിബും പൂട്ടിട്ട് ഒറ്റ പോക്ക് ബൈക്കിനകത്ത് കയറി. എവിടെ കഴുകി, എവിടെ ശുദ്ധിയാക്കി, എന്താ ചെയ്യുക? ഇയാൾ പോണത് അടുത്ത ഏതെങ്കിലും പള്ളിയിൽ വാങ്കൊളിക്കുമ്പോൾ മെല്ലെ ഓടിപ്പോ ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് ഇത്തിരി തുമ്പ് കഴുകിയിട്ട് പിന്നെ വീണ്ടും കൊണ്ട് പള്ളിയിൽ കയറി. ഇവൻ്റെ ഒക്കെ അവസ്ഥ എന്താ സംഭവം? ഓരോ ചങ്ങാതിമാർ നിന്നടിക്കുന്നു കാണാം. ബാത്റൂമിൽ പള്ളിയിൽ പോയിട്ട് മൂത്രമൊഴിക്കുക, നിന്ന് തട്ടുക. ഞാൻ ഒരിടത്ത് പോകുമ്പോൾ, ഈ അടുത്ത സമയത്ത് ഞാനിങ്ങനെ പോകുമ്പോൾ മൂത്രമൊഴിക്കാൻ ഒരു വലിയ സൗകര്യം കുറവ്. അവിടെ മൂത്രമൊഴിക്കാൻ അബദ്ധത്തിൽ കയറി. ഇപ്പുറം നോക്കുമ്പോൾ ഫയർ എഞ്ചിൻ ചീറ്റുന്ന പോലെ ഒരു ചീറ്റുന്നു. ഞാൻ നോക്കിയപ്പോൾ ഒരു ചങ്ങാതി കാള വെടുക്കുന്ന പോലെ എന്ന് വെടുക്കുക. ഞാൻ എല്ലാം കൂടെ മെല്ലെ പൊക്കി പിടിച്ച് അപ്പുറത്ത്, കാരണം അത് തെറിക്കുന്ന ഇവിടെ ശരീരത്തിൽ ഇപ്പുറത്ത് തെറിക്കുകയാണ്. എന്നാതെ സൗകര്യം കുറവ്. ഈ പള്ളികളുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ മിമ്പറും മെഹ്റാബും അടിച്ചു പൊളിച്ച് പണിയും. പള്ളിയൊക്കെ നല്ല സൂപ്പർ പള്ളി മുസല്ല കാര്യങ്ങൾ. ബാത്റൂം പോലെ ഒരുമാതിരി കോഴിക്കൂട് പോലെ. ഒരാൾക്ക് കാലൊന്ന് കവച്ചു വെച്ചിട്ടിരിക്കാൻ പറ്റൂല. അതിന് രണ്ട് കാലും കൂടെ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് എങ്ങനെ കഴുകാൻ പറ്റും? അവൻ ഇങ്ങനെ പിന്നെ ചന്ദ്രാനി പൊങ്ങുന്നല്ലോ, ലിഫ്റ്റിൽ പൊങ്ങുന്നല്ലോ, കുറച്ചിങ്ങനെ പൊങ്ങിയൊക്കെ പിടിച്ചിട്ട് വെള്ളം ഒഴിച്ച് കഴുകാം. ഇതിന് വണ്ണമുള്ള ഇച്ചിരി കൊളസ്ട്രോൾ കൂടിയ ഒരു ചങ്ങാതിയാണെങ്കിൽ എങ്ങനെ മൂത്രമൊഴിക്കാൻ കയറിയിരിക്കാം? പള്ളിക്കാർ ചെയ്യേണ്ട പരിപാടി അതാണ്. അത് ആദ്യം ശുദ്ധിയാക്കേണ്ടത് ബാത്റൂം, കക്കൂസ്, മൂത്രപ്പുര വൃത്തിയായിട്ട് സൂക്ഷിക്കണം. അത് പള്ളിയുടെ ഉത്തരവാദിത്തമാണത്. മിമ്പറിനും മെഹ്റാബിനും നിങ്ങൾ ചെലവ് ചെയ്യുന്ന പൈസ എത്രത്തോളമാണോ അതേ കൂലിയാണ് പള്ളിയുടെ കക്കൂസിനും മൂത്രപ്പുരയ്ക്കും നിങ്ങൾ ചെലവ് ചെയ്താലുണ്ടാകുന്ന സവാബ്, കൂലി. അതൊന്നും ഉമ്മത്ത് ശ്രദ്ധിക്കുന്നില്ല. എത്ര പള്ളികളിൽ പോയി നോക്കാം, ക്ലോസറ്റിൽ നിന്ന് നോക്ക്. പള്ളിക്കകത്തുള്ള ക്ലോസറ്റ്, പഞ്ചായത്ത് ഓഫീസിലെ ക്ലോസറ്റ്, പഞ്ചായത്തിലുള്ള മുനിസിപ്പാലിറ്റിയുടെ ക്ലോസറ്റ് പിന്നെയും കൊള്ളാം, ബസ് സ്റ്റാൻഡിലുള്ളത് പിന്നെയും കൊള്ളാം. നമ്മുടെ പള്ളികളിലെ ജുമാഅത്ത് പള്ളികളുടെ ക്ലോസറ്റ് മഞ്ഞ പിടിച്ചിട്ട് അതിനെങ്ങാണ് വായുണ്ടായിരുന്നെങ്കിൽ പറയും, എനിക്ക് കുഷ്ഠരോഗമുണ്ട്, ക്യാൻസർ ഉണ്ട്, കല്ലിൻ്റെ അസുഖമുണ്ട്, ഞരമ്പിൻ്റെ അസുഖമുണ്ട്, മൂത്രത്തിനകത്ത് അസുഖമുണ്ട്, എൻ്റെ എല്ലാം തകർന്നിരിക്കുകയാണ്, എൻ്റെ മുകളിൽ വീണ്ടും നിങ്ങൾ ഇങ്ങോട്ട് പാത്തല്ലേ എന്ന് അത് വിളിച്ചു പറയും. അത്യാധുനിക ലോകം ഈ ക്ലോസറ്റിൽ വെക്കാൻ എന്തെങ്കിലും സംസാരിക്കാൻ ഒരു സംവിധാനം കണ്ടുപിടിച്ചാൽ ആദ്യം കൊണ്ടുവെക്കേണ്ടത് പള്ളിയുടെ ക്ലോസറ്റുകളിലാണ്. അത് വിളിച്ചു പറയും. ശുദ്ധിയെ കുറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്നു. ശുദ്ധി. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതതഹിരീൻ, അല്ലാഹു ശുദ്ധിയുള്ളവരെ ഇഷ്ടപ്പെടുന്നവനാണ്. ഇന്നല്ലാഹ തയ്യിബുൻ, അവൻ നല്ലവനാണ്. ലാ യഖ്ബലു ഇല്ലാ തയ്യിബ, നല്ലതല്ലാതെ അവൻ ഇഷ്ടപ്പെടുന്നില്ല. പരിശുദ്ധ ഇസ്ലാം കിതാബുകൾ പഠിപ്പിക്കുമ്പോൾ ആദ്യമായിട്ട് പഠിപ്പിക്കുന്ന കിതാബ് തഹാറത്ത്, ശുദ്ധിയുടെ ബാബാണ്. ശുദ്ധിയുടെ ഭാഗമാണ് പഠിപ്പിക്കുന്നത്. ആ ബാബ് ശുദ്ധിയുടെ ഭാഗം പഠിപ്പിക്കുമ്പോൾ എന്തുകൊണ്ട് നമ്മുടെ പള്ളികളുടെ കക്കൂസ്, മൂത്രപ്പുര ഇത്ര മോശമായിട്ട് കിടക്കുന്നു? എന്തുകൊണ്ട്? അതിനാരും വലിയ താല്പര്യം കാണിക്കുന്നില്ല. കമ്മിറ്റി പ്രസിഡന്റ് ആവാൻ വലിയ താല്പര്യം, സെക്രട്ടറി ആവാൻ വലിയ. വല്ലാഹി സത്യം, ഈ പള്ളിയുടെ പ്രസിഡന്റ്, സെക്രട്ടറി, കമ്മിറ്റിക്കാരെന്നാൾ ആഖിറത്തിൽ പിടിക്കും, യാതൊരു സംശയമില്ല. പള്ളിയുമായി എന്തിനാണ് ഈ കമ്മിറ്റി? ഈ ജമാഅത്ത് എന്നല്ല, ഞാൻ ഈ ജമാഅത്തിൽ പൊതുവെ പറയുകയാണ് എൻ്റെ വിഷയം. ഈ ജമാഅത്തുകാരെ പേടിച്ച് അറ്റാക്കാവാൻ നിൽക്കണ്ട. പൊതുവെ പറയുകയാണ്, ഞാൻ ഏത് പള്ളിയിൽ ജോലി ചെയ്യുന്നു ആ പള്ളിയുടെ മെമ്പറിൽ നിന്നുകൊണ്ട് തന്നെ ഈ വിനീതൻ പരസ്യമായിട്ട് പറയുന്ന വ്യക്തിയാണ്. നമുക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. കാരണം പള്ളിയുടെ കമ്മിറ്റി, പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? കർക്കാസേരയിൽ കറങ്ങിയെടുത്തിന് മൊയ്ലിയാർ, നീ 3 വഖത്ത് നിസ്കരിച്ചില്ല എന്ന് മൊയ്ലിയാര, എന്താ എന്റെ ശമ്പളം കട്ട? മൊയ്ലിയാരെ ഭരിക്കാനല്ല കമ്മിറ്റിക്കാര്, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയുടെ ഖിദ്മത്ത് ഏറ്റെടുക്കാനുള്ളവരാണ്. പരിപാലന സമിതി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഖാദിമീങ്ങൾ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ?
പള്ളിയിൽ കിടക്കുന്ന പൊടി തൂത്തുവാരേണ്ടത് പള്ളി കമ്മിറ്റി മെമ്പറാണ്, പ്രസിഡന്റാണ്, സെക്രട്ടറിയാണ്, ട്രഷററാണ്. പൈസ മാത്രം എണ്ണിയാ പോരാ. പള്ളിയിൽ പൊടി ഉണ്ടെങ്കിൽ, ഇന്നലെ ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ ഒരു പള്ളിയിൽ നിസ്കരിക്കാൻ കയറി, ജുമാക്ക്. അങ്ങനെ പള്ളിയുടെ മുകളിൽ കയറി, സ്ഥലമില്ലാഞ്ഞിട്ട് മുകളിൽ കയറി. എന്റെ സുഹൃത്തെ, ആ പള്ളിയുടെ ഞാൻ ഇങ്ങനെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കിയപ്പോ ആ ജനാല മുഴുവനും എന്താ പറയാ, ചെലന്തി വല. അങ്ങനെ തന്നെ ഇവിടെയും പറയുന്നത്, ചെലന്തി വല മൊത്തം പിടിച്ചിട്ട് പള്ളിയുടെ മുകളിൽ. അള്ള വിടൂല, എന്റെ പൊന്ന് തങ്ങളെ, അള്ള വിടൂല. പള്ളി കമ്മിറ്റിക്കാരെ ശ്രദ്ധിക്കേണ്ടതാണ്. പള്ളിയിൽക്കകത്ത് ഏതെങ്കിലും ഒരു ചെറിയ ഒരു പൊടി പള്ളിക്കകത്ത് കിടന്നാൽ അതിന്റെ ഉത്തരവാദിത്തം ആ കാലഘട്ടത്തിൽ ഭരിക്കുന്ന അതിന്റെ കമ്മിറ്റിക്കാരാണ്. ഉസ്താദന്മാർക്ക് അതിന്റെ ജോലിയൊന്നുമില്ല. ഉസ്താദന്മാർക്ക് പള്ളി ക്ലീൻ ചെയ്യുന്ന ജോലിയൊന്നുമല്ല. ഉസ്താദന്മാരെ നിങ്ങൾക്ക് മസാല പഠിപ്പിച്ചു തരാൻ, നിങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ചു തരാനും, നിങ്ങൾക്ക് ഇൽമു പഠിപ്പിച്ചു തരാനും, നിങ്ങൾക്ക് മയ്യിത്ത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ട് മൊയ്ലിയാരെ നിങ്ങൾ നിങ്ങളുടെ പള്ളിയിൽ കൊണ്ടുവച്ചിരിക്കുകയാണ്. അവരിപ്പം ബാത്റൂം കഴുവാനും മൂത്രപ്പുര കഴുവാനും പള്ളി ക്ലീൻ ആക്കാനും ഉള്ളവരൊന്നും അല്ല. അവരെ ഞങ്ങൾ ആദരിക്കേണ്ടവരാണ്, ബഹുമാനിക്കേണ്ടവരാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനന്തരാവകാശികളാണ്, അനന്തരഗാമികളാണ്. അവരെ നമ്മൾ തെറി പറയാനോ ചീത്ത വിളിക്കാനോ അവരെ കുറ്റം പറയാനോ അവരുടെ പഴികൾ കണ്ടുപിടിക്കാനോ പരിഹസിക്കാനോ ഒന്നുമല്ല നിൽക്കേണ്ടത്. നമ്മൾ പള്ളിയുടെ ഖാദിമികൾ പറഞ്ഞ ഏറ്റവും വലിയ കൂലിയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പള്ളി ഖിദ്മത്ത് ചെയ്താൽ തരുന്ന കൂലി എന്തെന്നറിയോ? ഹൂറുൻ നിസായെ കെട്ടുന്നതിനുള്ള മഹറാണ് അവർക്ക് നൽകുക എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഹൂറുൽ നിസാ, ഹൂറുലിങ്ങളെ കെട്ടാനുള്ള മഹർ. അപ്പൊ ഞാൻ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അൽഹംദുലില്ലാഹ് എവിടെയെങ്കിലും സംസാരിക്കാനുള്ള അവസരം ഉണ്ടെങ്കിൽ നിങ്ങൾ വന്നൊന്ന് കേൾക്ക്. കുറേ വിഷയങ്ങൾ പഠിക്കാനുണ്ട്. അതുകൊണ്ട് എൻ്റെ കമ്മിറ്റിക്കാർക്ക് പോലെ വിഷമം ഉണ്ടായിട്ടെങ്കിൽ മാപ്പാക്കിക്കോളി. ഇവിടെ നിന്ന് മാത്രമല്ല, ഈ ഇരിക്കുന്നതിൽ ഒരുപാട് കമ്മിറ്റി മെമ്പർമാരും പ്രസിഡന്റ് സെക്രട്ടറിമാരൊക്കെ കാണുമല്ലോ. എല്ലാവർക്കും കൂടെ വേണ്ടി ഞാൻ പറയുകയാണ്, നിങ്ങൾ എന്ന് പോയിട്ട് ആ പള്ളി ബാത്റൂമൊക്കെ ഒന്ന് നോക്കണം. മഞ്ഞ കളറാണെങ്കിൽ ഞാൻ ഒരു വഴി പറഞ്ഞുതരാം. ക്ലോസറ്റ് മാറ്റാൻ പറ്റിയില്ലെങ്കിൽ ബാറ്ററി വെള്ളം വാങ്ങി ഒഴിച്ചാൽ മതി, അതിൻ്റെ എല്ലാ എഫക്റ്റും പോയി കിട്ടും. കാരണം അത്രയ്ക്കും പവറുള്ള സാധനം അത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ബാത്റൂമുകളും ക്ലീൻ ആക്കണം. ഓരോ ബാത്റൂമിന് കൊളുത്തില്ല സാധനം. കൊളുത്തെന്ന് പറയുന്ന സാധനമില്ലേ, പൂട്ട് അടയ്ക്കാൻ പറ്റൂല. കക്കൂസിൽ കയറിയിട്ട് ബക്കറ്റും വെള്ളം എടുത്തുകൊണ്ട് വാതിലിൽ വെക്കണം. യവനങ്ങാനും ഒക്കെ ഇല്ല, മറ്റേ വെളിയിൽ പോയിട്ടെല്ലാം മോരടിച്ചിട്ട് ഫയർ ഫോഴ്സിലൂടെ എല്ലാം കൂടെ കലങ്ങി മറിഞ്ഞിട്ട് പടപടാന്നും പറഞ്ഞങ്ങാനും വന്നിട്ട് പടോന്ന് പറഞ്ഞങ്ങോട്ട് തുറന്നുള്ള അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് വെക്കണം. മറ്റേ സാധനം എല്ലാം കൂടെ കലങ്ങി മറിഞ്ഞാലല്ല സേമിയെല്ലാം കടിച്ചു കയറ്റിട്ട് ഇടങ്ങാറായി പോയിട്ട് അവന് ഓടി വരുന്ന അവിടെ പള്ളി കക്കൂസിലേക്കാണ്. വരുമ്പോൾ എന്താ, ഇയാളിങ്ങനെ 2 ലിറ്റർ വെള്ളം എടുത്ത് വാതിൽ ഇങ്ങനെ ബക്കറ്റിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഇയാളിങ്ങനെ ഇറക്കുമതി നടത്തിക്കൊണ്ടിരിക്കുക. അതിൻ്റെ മണ്ട ഇയാളടക്കം അതിനകത്ത് വീഴും ഇവൻ്റെ ഈ ഓട്ടത്തിൽ. അതിനൊരു കൊളുത്തിടൂല. ചിലരെന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കക്കൂസിന്റെ ഡോറിൽ ഒരു കയറ് കെട്ടി ഇങ്ങനെ ഇടും. നമ്മളെന്ത് ചെയ്തോണോ, ഇങ്ങനെ പിടിച്ചോണ്ട് കാര്യം സഹായിച്ചോണ്ടിരിക്കണം. നല്ല സുഖമല്ലേ, ഇങ്ങനെ പിടിച്ചോണ്ട് റാഹത്തായില്ല. അപ്പൊ ആര് വന്നാലും ഇവന്റെ പിടുത്തം വലിയില്ല. അപ്പൊ അങ്ങോട്ട് വലിക്കുമ്പോൾ ഇങ്ങോട്ട് വലിക്കുക, അങ്ങോട്ട് വലിക്കുക, ഇങ്ങോട്ട് വലിക്കുക. അപ്പൊ കുറച്ചുകൂടെ ലൂസ് മോഷൻ ഉണ്ടാകും. ഒരു എക്സർസൈസ്. അതൊക്കെ നമ്മൾ ചിരിക്കാൻ പറയല്ല. പള്ളി കമ്മിറ്റിക്കാരുണ്ടോ? അല്ലാഹു തആല മനസ്സിലാക്കാത്ത തൗഫീഖ് നൽകണം. അതുകൊണ്ട് നാളെ പോലെ അതൊക്കെ ശ്രദ്ധിക്കണം. മിമ്പർ മിഹ്റാബിന് വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ അതെല്ലാം പെട്ടെന്ന് അടിച്ച് പൊളിച്ച് ക്ലിയർ ആയിട്ട് റാഹത്താക്കിയൊക്കെ സൂക്ഷിച്ചു. അതുകൊണ്ട് അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പള്ളിയുമായി ബന്ധപ്പെട്ട്. ഇല്ലെങ്കിൽ നമ്മൾ അധികാരം എന്ന് പറഞ്ഞ, പള്ളിയിൽ നമ്മൾ അധികാരം എന്ന് പറഞ്ഞ ആഖിറത്തിൽ കൂലി കിട്ടുന്ന ഏറ്റവും വലിയ കാര്യമാണ്. ശുഹദാക്കളോടൊപ്പമാണ് അമ്പിയാക്കൾ, ഔലിയാക്കൾ, ആരിഫീങ്ങളോടൊപ്പമാണ് പള്ളിയുടെ ഖിദ്മത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്ന ഭാരവാഹികൾ. അതിന്റെ ഉത്തരവാദിത്വം വഹിച്ചാൽ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, മൂത്രം ഒഴിച്ചിട്ട് എന്ത് ചെയ്യില്ല, മറയ്ക്കാതെ മൂത്രം ഒഴിക്കുന്ന സഹോദരങ്ങൾ, ആ സഹോദരങ്ങളുടെ ഖബറിനകത്ത് അവർക്ക് ശിക്ഷയുണ്ടാകും. ആരെ വിട്ടില്ല ഖബറിനകത്ത്? ഒരു സഹാബിയെ വിട്ടിട്ടില്ല ഖബർ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പമുള്ള സഹവസിച്ച സഹാബി സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെ ഖബർ വെറുതെ വിട്ടില്ല. സഹാബത്തുകളോട് പറയുകയാണ്, ഇന്നി ലാജിദു ഫീ കിതാബില്ലാഹി സൂറ വഹിയ 30 ആയാ. ഖബറിന്റെ ശിക്ഷകളെ കുറിച്ച് ഇനി ധാരാളം പറയാനുണ്ട്. ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് അനുഭവങ്ങൾ, ഖബറിനകത്തുള്ള സംഭവങ്ങളെ കുറിച്ച് പറയണമെങ്കിൽ ഇനിയും ദിവസങ്ങൾ വേണം, സമയങ്ങൾ വേണം സഹോദരങ്ങളെ. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്താൽ മറ്റൊരു സന്ദർഭത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇന്ന് നമുക്കുള്ള ഒരു ആശ്വാസം, ഒരു സമാധാനം, ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ നേടാനുള്ള വഴി എന്താണെന്നുള്ളതിനെ കുറിച്ച് അറിയുക. തൽക്കാലം അതൊന്ന് മനസ്സിലായിക്കോ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖബറിന്റെ അദാബുകളെ തൊട്ട് നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ.
നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നി റഅയ്തുകും തുഫ്തിനൂന ഫിൽ ഖുബൂർ കഫിത്നതി ദജ്ജാൽ. ദജ്ജാലിന്റെ ഫിത്ന ഫസാദ് പോലെ ഖബറിനകത്ത് നിങ്ങൾ ശിക്ഷിക്കപ്പെടുന്നത് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കാണുന്നുവെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുവെങ്കിൽ അതാണല്ലോ ബഖീഉൽ ഖർഖദിലൂടെ നടന്നു പോയപ്പോ ഖബറിനകത്ത് ശിക്ഷ അനുഭവിക്കുന്നവരെ അല്ലാഹുവിന്റെ റസൂൽ നേരിൽ കണ്ടിട്ട് പറഞ്ഞത് ആ ഖബറിനകത്ത് അവരെ ശിക്ഷ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാമതായി കണ്ട ശിക്ഷ എന്താണ്? മൂത്രമൊഴിച്ചാൽ ശ്രദ്ധിക്കാത്തവരാണ്. മൂത്രത്തിന്റെ അംശങ്ങൾ പരിപൂർണമായി ഒഴിഞ്ഞിട്ടല്ലാതെ കണ്ട് ഒളിവിലേക്ക് കടക്കല്ലേ. സഹോദരിമാരെ, നിങ്ങൾക്ക് മൂത്രവാർച്ചകൾ ഉണ്ടാകാറുണ്ട്, നിങ്ങൾ അത് ശ്രദ്ധിക്കാറില്ല. അവസാനമായി മൂത്രം തുള്ളിയായിട്ട് വരുന്നത് ആരും അതറിയുന്നില്ല. അതുകൊണ്ട് തുണി കഷണങ്ങളോ അതുപോലെ ഏതെങ്കിലും ഇതേപോലെ ടിഷ്യൂ പേപ്പറുകളോ വെച്ച് അല്പസമയം 3-4 മിനിറ്റ് ഒന്ന് നടന്നിട്ട് പരിപൂർണമായി തുടച്ചു മാറ്റി ശുദ്ധിയാക്കി കഴുകിയിട്ടല്ലാതെ ഒളിവിലേക്ക് പ്രവേശിക്കല്ലേ. അതൊന്ന് ശ്രദ്ധിച്ചോളി എല്ലാവരും. അല്ലെങ്കിൽ നമ്മൾ ആകെ ഇടങ്ങറായിപ്പോ നാളെ കവറിനകത്ത് കിടന്നിട്ട് ഞെരുക്കത്തിൽ പെട്ടുപോയ എൻ്റെ ഉമ്മ ഒന്നും ഈ ടിഷ്യൂ പേപ്പറൊക്കെ കണ്ടുപിടിച്ച അതിനാണ്. അപ്പോൾ അതുകൊണ്ട് 2 എണ്ണം മൂത്രം ഒഴിച്ചിട്ട് അല്പസമയം ഒന്ന് വെച്ചിട്ട് ഒന്ന് തിരികെ കളഞ്ഞിട്ട് ദൂരെ കളഞ്ഞിട്ട് പിന്നെ കഴുകിയെടുത്ത് വൃത്തിയാക്കുക. നമുക്കൊരു നഷ്ടവും ഇല്ല. 2 സെക്കൻഡ് ഒന്ന് പരിശ്രമിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒന്നാമത്തെ ശിക്ഷ അതാണ്. ഖബറിനകത്ത് ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെ പോലെ ശിക്ഷിച്ചു. ഭയങ്കര ശിക്ഷയായിരുന്നു. എന്താണ്? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്തിനെ ഖബറിലേക്ക് എടുത്തു വെക്കുമ്പോ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഉച്ചത്തിൽ പറയുകയാണ്, സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ തസ്ബീഹ് ചൊല്ലുന്നത് കേട്ടിട്ട് സഹാബാക്കളും ഒന്നടങ്കം തസ്ബീഹ് ചൊല്ലുകയാണ്, സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ നിർത്തുന്നില്ല. രണ്ടാമത് വീണ്ടും പറയുകയാണ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹുവിന്റെ റസൂൽ ഉച്ചത്തിൽ തക്ബീർ ചൊല്ലുകയാണ്, കബ്ബറൽ അസ്ഹാബു മഅഹു. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത് കേട്ടിട്ട് സഹാബാക്കൾ ഉച്ചത്തിൽ തക്ബീർ ചൊല്ലുകയാ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ബഹുമാനപ്പെട്ട സഹാബാക്കൾ മയ്യത്തടക്കിയതിനു ശേഷം അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിലേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, നബിയെ, ഒരിക്കലും കാണാത്ത ചില അനുഭവങ്ങൾ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്തടക്കിയപ്പോൾ ഞങ്ങൾ കണ്ടല്ലോ നബിയെ. അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിക്കുകയാണ്, ആ മയ്യത്ത് നിങ്ങൾ ഖബറിലേക്ക് ഇറക്കി വെച്ചപ്പോ തക്ബീർ ചൊല്ലിയതിന്റെ കാരണം എന്ത് നബിയെ? തസ്ബീഹ് ചൊല്ലിയതിന്റെ കാരണം എന്ത് നബിയെ? ഉടനെ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, ഇന്നലിൽ ഖബരി ലളമ്മാ. ഇന്ന് നമ്മൾ ഈ കുഴിച്ചിട്ടിരിക്കുന്ന ഖബർ കാണുമ്പോൾ ശാന്തതയോടുകൂടി കിടക്കുന്നുണ്ട് നിങ്ങൾക്ക് തോന്നും. അതിനൊരു തിരയിളക്കം ഉണ്ട്. ഇപ്പൊ ഈ കടലുണ്ടല്ലോ, ഈ കടലിന് വല്ല കുഴപ്പമുണ്ട്. അതിപ്പോ സാധാ സീത ഇങ്ങനെ നല്ല മെല്ലെ നിരയടിച്ച് അലയടിച്ച് തിരമാല അടിച്ച് നമ്മൾ ഇറങ്ങുന്നു, കുളിക്കുന്നു, കാല് വെച്ചു കൊടുക്കുന്നു, കൈ വെച്ചു കൊടുക്കുന്നു, അതിന്റെ പരിസരത്ത് പോയിരിക്കുന്നു. ഇതിനെങ്ങാനും ഒരു ഹാലിളക്കം ഉണ്ടായാൽ അതിന്റെ പരിസരത്ത് പോവോ? അങ്ങനെ ഒരു ഹാലിളക്കം ഉണ്ടാവുമല്ലോ. ഇങ്ങനെ തിരയിളക്കം ഉണ്ടാകുമ്പോൾ അവസ്ഥ എന്തായിരിക്കും? ചില കിണറ്റിൽ നിന്ന് തിരയിളക്കം ഉണ്ടാകും എന്നതുപോലെ ഖബറി കാണുന്ന ശാന്തിയിലല്ല നമ്മളെ കൊണ്ട് അടക്കം ചെയ്യപ്പെടുന്നവർ അങ്ങനെ തന്നെ മിണ്ടാതിരിക്കുക. എന്താണെന്ന് അറിയുള്ളൂ, ഖബറെങ്ങാണ് നമ്മൾ അടക്കുന്ന സമയത്തെങ്ങാണ് ഖബറെങ്ങാണ് ക്ഷോഭിക്കുന്നതെങ്ങാണ് കണ്ടാല് പിന്നെ നമ്മൾ ആരെങ്കിലും മയ്യത്തടക്കുവോ? ഖബർ കുഴിക്കോ? ഇത് കാണുമ്പോൾ അതിന്റെ ഇടങ്ങേറ് കണ്ടു കഴിഞ്ഞാൽ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അത് പ്രകമ്പനം കൊള്ളും. അതാണ് നബി തങ്ങൾ പറയുന്നത്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഇന്നലിൽ ഖബരി ലളമ്മാ. തീർച്ചയായും ഖബറിനൊരു ഞെരുക്കമുണ്ട്. ലൗ കാന അഹദും മിൻഹാ നാജിയാ. ആ ഖബറിന്റെ ശിക്ഷയിൽ നിന്ന്, ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നെങ്കിൽ ലകാന സഅദ് ഇബ്നു മുആദ്. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ ഒരു കൊച്ചുകുട്ടിയുടെ മയ്യത്ത് കൊണ്ട് ഖബർ
കബറടക്കയിട്ട് ആ കബറിന്റെ ഓരത്ത് നിന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാണ്, ഇന്നലിൽ ഖബറിൽ അല്ലമ്മാ, തീർച്ചയായിട്ട് സഹാബത്തെ കബറിന് ഞെരുക്കമുണ്ട്, കബറിന് പ്രകമ്പനമുണ്ട്, കബർ ക്ഷോഭിക്കും. ലൗകാന അഹദു മിൻഹാ നാജിയാ, ആരെയെങ്കിലും കബർ വെറുതെ വിടുമായിരുന്നെങ്കിൽ ലകാന ഹാദ സബി, ഈ കുട്ടിയെ, ഈ പൊന്നുമോനെ, ഈ പൊന്നുമോളെ, ഈ ചോര കുഞ്ഞിനെ കബർ വെറുതെ വിടുമായിരുന്നു. പക്ഷേ ആ കുട്ടിയെ പോലും കബർ വെറുതെ വിടില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ബഹുമാനപ്പെട്ട സഹാബാക്കളെ, ഞാൻ തസ്ബീഹ് ചൊല്ലിയത് എന്തിനെന്നറിയുവോ? ഞാൻ അല്ലാഹു അക്ബർ എന്ന് നിലവിളിച്ചത് എന്തെന്നറിയുവോ? ഇന്നലിൽ ഖബറിൽ അല്ലമ്മാ, കബറിനൊരു ഞെരുക്കമുണ്ട്. ഈ കബറിനകത്തേക്ക് സഅദ് ഇബ്നു മുആദിനെ കൊണ്ടുവച്ചപ്പോ ലഖദ് തലായഖൽ ഖബറു അലാ ഹാദൽ അബ്ദി സാലിഹി ഹത്താ ഫറജല്ലാഹു അൻഹു. ഈ സാലിഹായ മനുഷ്യനെ കബർ വെറുതെ വിടുന്നില്ല സഹാബത്തെ. ഈ സാലിഹായ മനുഷ്യരെ കബർ ഞെരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ കണ്ണുകൊണ്ട് ഞാൻ കാണുകയാണ്. ആ ഒരു അത്ഭുതം കണ്ടപ്പോ ഞാൻ വിളിച്ചുപോയി, സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. കബർ വിടുന്നില്ല, കബർ വിടുന്നില്ല. വീണ്ടും ഞാൻ പറഞ്ഞു പോയി, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ഹത്താ ഫറജല്ലാഹു അൻഹു. ആ കബറിനെ, ആ കബർ, ആ സഹാബിയെ വിടുന്നത് വരെ ഞാൻ തക്ബീർ ചൊല്ലി സഹാബത്തെ. നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, എന്നാണ് ഇദ്ദേഹം ഇത്രത്തോളം തെറ്റ് ചെയ്തത്? ഇത്രയും വലിയ പാവം ചെയ്തോ? ഇത്രയും വലിയ സഹാബി, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട സഹാബി, ഇദ്ദേഹം മരിച്ചു എന്ന് കേട്ടപ്പോ ആകാശത്തിന്റെ വാതിലെല്ലാം താനെ തുറന്നുപോയി. ആകാശത്തിന്റെ വാതിൽ തുറക്കപ്പെട്ടിരിക്കുകയാണ്. 70,000 മാലാഖമാരാണ് വാനലോകത്ത് നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന് ഈ സഹാബിയുടെ മയ്യത്തിനെ അനുഗമിച്ചത്. ആ സഹാബിയുടെ കബറാണ് ഞെരുക്കിയത്. എന്തേ കാരണമെന്നറിയുവോ? ഫകാന യുഖസ്സിറു ഫീ ബഅദി തുഹൂരി മിനൽ ബൗൽ, മൂത്രം ഒഴിച്ചിട്ട് അദ്ദേഹം ശുദ്ധിയാക്കുന്ന വിഷയത്തിൽ അല്പ ശ്രദ്ധ കുറഞ്ഞുപോയി. സഹാബി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവരെ പോലെ വെറുതെ വിടൂലെങ്കിൽ ഈ കുടഞ്ഞിട്ടൊക്കെ സിബിട്ട് പൂട്ടിക്കൊണ്ട് ഓടുന്നവന്റെ രംഗം എന്തായിരിക്കും? എന്നൊക്കെ വിടുവോ? ആരായിരുന്നു തസ്ബീഹ് അല്ലാനുള്ളത്? നബിതങ്ങൾ അന്ന് ഉണ്ടായിരുന്നു. സഹാബാക്കളുടെ അവസ്ഥകൾ നേരിട്ട്, കബറിന്റെ അവസ്ഥ നേരിട്ട് കാണാൻ പറ്റി. തസ്ബീഹ് ചൊല്ലിട്ട് പോന്നു. ഇന്നിവിടെ ആരാ ഈ പാതി മൂത്രം ഒഴിച്ചിട്ട് പള്ളിക്കകത്ത് വന്നിട്ട് നിസ്കരിക്കുന്ന ചങ്ങാതിന്റെ മയ്യത്തങ്ങനെ കൊണ്ട് അടങ്ങുമ്പോൾ മൊയിലിയാരും കാണില്ല, മൊല്ലാക്കായും കാണില്ല, കാളിയാരിച്ചായും കാണില്ല, ഇമാമിച്ചായും കാണില്ല, മുക്കുറിച്ചായും കാണില്ല, ആരും കാണില്ല. കൊള്ളടാ ഇടി, ഇടി കൊള്ളടാ ഇടി, ഞെരുക്കടാ ഞെരുക്കട. അള്ളാഹ് കാത്തുരക്ഷിക്കട്ടെ, കബറിന്റെ ശിക്ഷയിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ രണ്ടാമത്തത് വലിയ വിഷയം, അത് പെണ്ണുങ്ങളുടെ വിഷയമാണ്. രണ്ടാമത്തത് ഇപ്പൊ തൽക്കാലം അത് പറയണ്ട. അപ്പൊ പറഞ്ഞാൽ മൊത്തം പറയേണ്ടി വരും. അത് പിന്നെ നമുക്ക് അവർക്ക് സുഖമാണല്ലോ, പറയാതിരുന്ന അത്രയും നല്ലതാണ്. തൽക്കാലം ഇത്ര നീ കേട്ടാൽ മതി. നമുക്ക് ബാക്കി ഇൻഷാ അല്ലാഹ് കേൾക്കാം. എന്നിട്ട് കേട്ട് കഴിഞ്ഞിട്ട് ഇനി നാളെ എങ്ങാനും അറ്റാക്ക് വന്ന് മരിച്ചു പോയാലും പിന്നെ അവർക്ക് കൊണ്ട് മയത്ത് നിസ്കരിക്കാൻ നിൽക്കണം. കാരണം അത്രയ്ക്കും വലിയ സംഭവമാണ് വിധങ്ങൾ അടുത്തത് കണ്ടത്. വലിയ സംഭവങ്ങളാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, നമ്മളെല്ലാം അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നി ലാജിദു ഫീ കിതാബില്ലാഹി സൂറ, ഞാൻ പരിശുദ്ധ ഖുർആനിലേക്ക് നോക്കിയപ്പോ, അതൊന്ന് ഗവേഷണം ചെയ്തപ്പോ, പാരായണം ചെയ്തപ്പോ അതിൽ ഞാൻ ഒരു സൂറത്ത് കാണുകയുണ്ടായി. വഹിയ 30 ആയാ, അത് 30 ആയത്തുകളാണ്. മൻ ഖറഅഹാ ഇൻദ നൗമിഹി, ആരൊരാൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ അത് പാരായണം ചെയ്താൽ കുതിബ ലഹു 30 ഹസന, അവർക്ക് അല്ലാഹു 30 നന്മകൾ രേഖപ്പെടുത്തുമത്രേ. 30 നന്മ. വമുഹിയ അൻഹു 30 സയ്യിഅ, 30 തിന്മകൾ അല്ലാഹു മായിച്ചു കളയുമത്രേ. വറുഫിഅ ലഹു 30 ദർജ, 30 നന്മകൾ അല്ലാഹു എഴുതുന്നതിനോടൊപ്പം 30 തിന്മകൾ മായിച്ചു കളയുന്നതിനോടൊപ്പം 30 പദവികൾ അല്ലാഹു ആ വ്യക്തിക്ക് ഉയർത്തി കൊടുക്കുമത്രേ. മാത്രമല്ല, ഇന്നല്ലാഹ യബ്അസു ഇലൈഹി മലകം മിനൽ മലായിക, വബഅസല്ലാഹു ഇലൈഹി മലകം മിനൽ മലായിക ലിയബ്സുത ലഹു ജനാഹു, ആ വ്യക്തിക്ക് വേണ്ടി,
ആകാശലോകത്ത് നിന്ന് മലക്കുകളെ അല്ലാഹു ഇറക്കി കൊടുക്കുകയാണ്. ലിയബ്സുത അലൈഹി ജനാഹു, ആ മലക്കുകളുടെ ചിറകൊന്ന് വിരിച്ചു കൊടുക്കാൻ, വയഹ്ഫളഹു മിൻ കുല്ലി സൂ, ഓരോ ആപത്തുകളിൽ നിന്നും ഓരോ ഇടങ്ങേറുകളിൽ നിന്നും, നേരത്തെ വായിച്ചതുപോലുള്ള സിഹർ, മാരണം, പൈശാചികമായ ശുറൂർ, ദുറൂർ, പിശാചിന്റെ ഷർറുകളിൽ നിന്നെല്ലാം അവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലാഹു മലക്കുകളെ നിയോഗിക്കുമത്രേ. മാത്രമല്ല വഹിയ മുജാദില തുജാദിലു അനിൽ ഖബരി തുജാദിലു ഫിൽ ഖബരി അൻ സാഹിബിഹാ, ഖബറിനകത്ത് വന്ന് അത് സഹായിക്കും, ഖബറിനകത്ത് വന്ന് അത് വാദപ്രതിവാദം നടത്തും, ഖബറിനകത്ത് വന്ന് തർക്കിക്കുമാരോട്, മുൻകറിനോടും നക്കീറിനോടും തർക്കിക്കുകയാണ്. ഖബറാളികൾക്ക് വേണ്ടി സന്തോഷ വർത്തമാനവുമായി ആ സൂറത്ത് ഓടിയെത്തുമത്രേ. അത് 30 ആയത്തുകൾ അടങ്ങിയ സൂറത്താണ്. സഹാബാക്കളോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞപ്പോ സഹാബത്ത് ഓടിപ്പോയി ഖുർആന്റെ ആയത്തുകളെല്ലാം പരതി നോക്കുകയാണ്, ഖുർആനിന്റെ സൂറത്തുകളെല്ലാം ഗവേഷണം ചെയ്യുകയാ. സഹാബത്ത് പറയുകയാണ് വഹിയ സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ മുൽക്ക്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ വഹുവൽ അസീസുൽ ഗഫൂർ. 30 ആയത്ത്. ഒരു ദിവസം ഒരായത്ത് വെച്ച് കാണാതെ പഠിച്ചാൽ 30 ദിവസം, ഒരു മാസം കൊണ്ട് ഓക്കെ, അത് ഓതിയിട്ട് കടന്നാൽ മതി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് രക്ഷപ്പെടുത്തും. മാത്രമല്ല നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത് ദഖല റജുലുൻ അൽ ജന്ന ബിശഫാഅത്തി സൂറത്തിൽ മുൽക്ക്, ഒരാൾ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുന്നത് സൂറത്തുൽ മുൽക്കിന്റെ ശുപാർശയോടെയാണ്, സഹായത്തോടെയാണ്. ഒരാളെ അല്ലാഹു സ്വർഗ്ഗത്തിൽ കടത്തുന്നത് സൂറത്തുൽ മുൽക്ക് മുടങ്ങാതെ ഓതിയതിന്റെ പേരിലാണ്. അവനെ ഖബറിൽ രക്ഷപ്പെടുത്തുകയും സ്വർഗ്ഗത്തിൽ അല്ലാഹു ഉയർത്തുകയും ചെയ്യുന്നത് സൂറത്തുൽ മുൽക്ക് ഓതുന്നതിന്റെ പേരിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇനി ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഈ സൂറത്തുൽ മുൽക്ക് വരുന്ന രംഗുണ്ട്, അത് വല്ലാത്ത രംഗാണ്, വല്ലാത്ത രംഗം. കാലിന്റെ ഭാഗത്ത്, കൈയുടെ ഭാഗത്ത്, തലയുടെ ഭാഗത്ത്, നടക്കുന്ന പാർശ്വത്ത് നിന്ന് അവിടെ നിന്നൊക്കെ ഇങ്ങനെ ശിക്ഷയ്ക്ക് ഇങ്ങനെ പാമ്പൊക്കെ വരുമ്പോൾ ഈ സൂറത്തുൽ മുൽക്ക് വന്നിട്ട് സഹായിക്കുന്ന ഒരു രംഗമുണ്ട്.